ഇവരെല്ലാം കേരളത്തിലാരും കാണുന്നില്ല. ഒരാൾ ദുബായില്, ഒരാൾ അമേരിക്കയില്, ഒരാൾ ബാംഗ്ലൂര്. ഇനി ഫഹദ് എവിടെയാണ് കാണുന്നത്? ഫഹദിനെ നമുക്ക് എറണാകുളത്ത് വിടാം. സാധാരണ നമ്മൾ ഇൻസ്റ്റാ ലൈവ് വരുമ്പോ ലാലേട്ടനോട് ആൾക്കാരുടെ എന്ന് പറയുന്നുണ്ട്. കമന്റ്സും ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പം അത് അവര് നമുക്ക് ഹായ് അങ്ങോട്ട് അവരുമായിട്ട് മൈ നെയിം ഈസ് സംസാരിക്കാം. ജോസഫ് എന്ന് ഒരാൾ പറയുന്നുണ്ട്. കണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ എനിക്ക് ഒരു ഹൈ മമ്മൂട്ടിക്കടയിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. മറ്റേ ഇല്ല, നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനോട് ഹൈ തരുമെന്ന് ചോദിച്ചാൽ ഹൈ കൊടുക്കും. ഹായ് ഹായ് ഹൈ ഹായ് ഹൈ ഹായ്. ഹൈ ഹൈ ഹൈ. എന്താ ബോബിന് ചോദിക്കാൻ, ചാക്കോച്ചന് ചോദിക്കാനുള്ള? ചാക്കോച്ചൻ ആദ്യം വന്നു, അത് വീണ്ടും തിരുത്തി. ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ട അപ്പൊ? ചാക്കോച്ചൻ വിളിച്ചു, അല്ല ചേട്ടാ, എന്താ ബോബനെ വിളിക്കുന്നത് വിളിച്ച ശരിക്കും? കുഴപ്പമില്ല. ലാലേട്ടൻ ഞാൻ ബോബനെ ചാക്കോച്ചാന്ന് വിളിച്ചാൽ വിളിക്കണേ. അപ്പൊ ഞാൻ ചാക്കോച്ചാന്ന് വിളിക്കാന്. അതെ. ശരി, ഞാൻ എപ്പോഴും ഓക്കെ. നേരെ പെട്ടെന്ന് ബോബനെന്ന് വിളിക്കാറ്. പണ്ട് വലിയ പിന്നെ അങ്ങനെ അതല്ലേ പേര്. ബോബൻ അല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ രണ്ടുപേരും കൂടെ ഇട്ടിരി അപ്പന്റെ അപ്പൂപ്പന്റെ പേരാ. പുള്ളിക്കൊരു പേരില്ല. ഈ പുള്ളിക്കൊരു പേരില്ല. എനിക്ക് ഡിക്ക് ഒരു പേരിട്ട് തന്നിട്ടുണ്ട്, ചാക്കോ മാഷ്. ഒന്നും കാണാനില്ല. ഉറക്കത്തിൽ തന്നെ ഉറക്കമില്ലായ്മ കൊണ്ട് ഭ്രാന്തായിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു. ഓരോ ദിവസം ഓരോ കറക്ഷൻ. ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടർ, ആക്ഷൻ ഡയറക്ടേഴ്സ്, മഹേഷ്, എഡിറ്റർ എല്ലാരും ഭയങ്കരമായ. സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതെ, നമ്മളെ ഉറങ്ങാൻ ഉറങ്ങാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? പുള്ളി ഉറങ്ങി എഴുന്നേറ്റേ. ചാക്കോച്ചാ, എന്റെ ആഗ്രഹം സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റാതാവട്ടെ എന്നുള്ളതാണ്. അയ്യോ, അതുക്കും മേലെ. നമ്മുടെ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, അതിനെ മിസ് ചെയ്യാൻ. അവനില്ല, വരുന്നില്ല. അവനൊക്കെ തപ്പിയെടുക്കാൻ പറ്റിയ പാടാ. എവിടെ അത് വരുന്നുണ്ട്? ഇല്ല. ചോദിക്ക്. ഇടക്കിടക്ക് ഹൈ കൊടുത്തു ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനോ? ഹലോ. ആരാണ് ശരിക്കും ഹീറോ? ചാക്കോച്ചനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ചാക്കോച്ചനാണ് ഹീറോ. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഇപ്പൊ ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാ. ഡ്രൈവിംഗ്, റേസിംഗ്, എന്തെല്ലാം പരിപാടികളാണ്. അല്ലേ ലാലെ? നമുക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിലെന്തറിയാ, ഇതിൽ എല്ലാവരും ഹീറോകൾ തന്നെയാണ്, എല്ലാവരും വില്ലന്മാര് തന്നെയാണ്. അങ്ങനെയാണല്ലോ, എല്ലാവരും ഹീറോകൾ തന്നെയാണ്. ശരിക്കും ഈ ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, അവര് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ഒരു പുതിയൊരു സിനിമ, നിങ്ങളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ജെൻസി ജനറേഷൻ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നത്. അപ്പം ജെൻസി കഴിഞ്ഞിട്ട് വേറെ അടുത്തത് വന്നില്ലേ? ജൻ ആൽഫ. എന്നാ പിന്നെ അവരും